നമ്മളെ കുടുംബത്തിലേക്ക് തരുന്നു. അങ്ങനെ തരണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അള്ളാഹുവിന് തൃപ്തിയായ കാര്യങ്ങൾ തന്നെ ചെയ്യണം. ഹലാലായ കാര്യങ്ങൾ തന്നെ നിങ്ങൾ ചെയ്യണം. നമ്മളെ മനഃശുദ്ധിയോടുകൂടി തന്നെ ചെയ്യണം. മനസ്സിൽ മോശമായ ഒരു ചിന്താഗതി വെച്ചൊന്നും ചെയ്യരുത്. നല്ല കാര്യങ്ങൾ നല്ല ചെയ്യണം. നല്ല പ്രവൃത്തികൾ നമ്മൾ ചെയ്യണം. നല്ലതുപോലെ അള്ളാഹു നമ്മൾ ഇബാദത്ത് ചെയ്യണം. ശേഷം നമ്മൾ ദുആ ചെയ്യണം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന പ്രധാനമായ ചില കാര്യങ്ങളുണ്ട്. പ്രധാനമായ കാര്യങ്ങളാണ്. അത് വളരെ ശ്രദ്ധാപരമായിട്ട് കേൾക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് താഴ്മയായി പറയുകയാണ്. പടച്ച തമ്പുരാനെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഏറ്റവും കൂടുതൽ ഒരു കുടുംബ ഭദ്രത എന്ന് പറയുന്നത് ആഹാര സംവിധാനമാണല്ലോ. അള്ളാഹുവെ ഇബാദത്ത് ചെയ്യുന്ന ഒന്നാമത്തെ വിഷയം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏറ്റവും ആവശ്യമായ കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ആഹാരം, നമ്മുടെ റിസ്ക്കാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹലാലായ ആഹാരമാണ് നമുക്ക് തരേണ്ടത്. ആഹാരത്തിൻ്റെ പ്രശ്നം രണ്ടാമതായിട്ടുള്ളത് ആഹാരത്തിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് ആഹാരം കിട്ടണം. ആഹാരം നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് സാമ്പത്തിക ഭദ്രത വേണം. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമുക്ക് സാമ്പത്തികമായ ഭദ്രത നമുക്ക് തരണം. സാമ്പത്തികപരമായ ഉയർച്ച നമുക്ക് തരണം. അതിന് നമുക്ക് തൊഴിൽ തരണം. അതിന് നമുക്ക് ബിസിനസ് തരണം. അതിനുള്ള മാർഗ്ഗങ്ങൾ, ഹലാലായ മാർഗ്ഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തമ്പുരാൻ നമുക്ക് വഴി തെളിച്ചു തരണം. അങ്ങനെ ആ ഭാഗത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് സാമ്പത്തിക ഭദ്രതയും മറ്റെല്ലാ ഗുണങ്ങളും അള്ളാഹു നമ്മളെ കുടുംബത്തിലേക്ക് തരുന്നു. അങ്ങനെ തരണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അള്ളാഹുവിന് തൃപ്തിയായ കാര്യങ്ങൾ തന്നെ ചെയ്യണം. ഹലാലായ കാര്യങ്ങൾ തന്നെ നിങ്ങൾ ചെയ്യണം. നമ്മളെ മനഃശുദ്ധിയോടുകൂടി തന്നെ ചെയ്യണം. മനസ്സിൽ മോശമായ ഒരു ചിന്താഗതി വെച്ചൊന്നും ചെയ്യരുത്. നല്ല കാര്യങ്ങൾ നല്ല ചെയ്യണം. നല്ല പ്രവൃത്തികൾ നമ്മൾ ചെയ്യണം. നല്ലതുപോലെ അള്ളാഹു നമ്മൾ ഇബാദത്ത് ചെയ്യണം. ശേഷം നമ്മൾ ദുആ ചെയ്യണം. മറ്റ് ജീവിതത്തിലുള്ള എല്ലാ വശങ്ങളിലും നമ്മൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ അനുസരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കണം. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മൾ എടുക്കണം. അതിനുവേണ്ടി നമ്മൾ ഇബാദത്ത് ചെയ്യണം. ചെയ്യുന്ന കാര്യങ്ങൾ നല്ല ഭക്തിയോടുകൂടി, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടുകൂടി, അള്ളാഹുവിൻ്റെ തൃപ്തിയോടുകൂടി നമ്മൾ ആ പ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന പ്രസ്ഥാനത്തിലായാലും ശരി, നമ്മൾ ചെയ്യുന്ന തൊഴിലായാലും ശരി, നമ്മുടെ ബിസിനസ്സിലായാലും ശരി, നമ്മുടെ ജോലി സംബന്ധമായ കാര്യങ്ങളിലായാലും ശരി, നമ്മുടെ മക്കളുടെ പ്രശ്നത്തിലായാലും ശരി, നമ്മുടെ മക്കളെല്ലാം നല്ല രീതിയിൽ പോകണം. നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം അവർക്ക് കൊടുക്കണം. ആത്മീയ വിദ്യാഭ്യാസത്തിന് സ്ഥാനം നമ്മൾ ഒന്നാമതായിട്ട് നമ്മൾ കൊടുക്കണം. ആത്മീയ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ പിന്നെ ഭൗതിക വിദ്യാഭ്യാസമാണ് നമുക്ക് ആവശ്യം. ഇത് രണ്ടും കൂടി അങ്ങോട്ടും മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ മക്കൾ നല്ല രീതിയിൽ വരുന്നതാണ്. അവരെ കൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത്. അവരെ കൊണ്ടൊരു ഗുണമാണ് നമുക്ക് ആവശ്യം. അതിനുള്ള തയ്യാറെടുപ്പ് നമ്മൾ ചെയ്യണം. അതിനുള്ള ദുആ നമ്മൾ അള്ളാഹുവിനോട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. ഖേദിച്ചുകൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ മടങ്ങിക്കൊണ്ട് റബ്ബിനോട് നമ്മുടെ കാര്യങ്ങൾ തുറന്ന് നമ്മളങ്ങ് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതുകൊണ്ട് ഈ വിധ കാര്യങ്ങളെല്ലാം കിട്ടുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട ദിക്റുകളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ആത്മാർത്ഥമായി ഹൃദയശുദ്ധിയോടുകൂടി ഈ ദിക്ർ ചെല്ലണം. ഈ ദിക്ർ എന്ന് പറഞ്ഞാൽ ഒരു 33 പ്രാവശ്യം തുടർന്ന് ചെല്ലണം. ആ ദിക്ർ ചൊല്ലിയതിന് ശേഷം 33 പ്രാവശ്യം നിങ്ങൾ ചെല്ലിയിട്ട് അള്ളാഹുവിനോട് നിങ്ങൾ കേണപേക്ഷിക്കണം. എന്ന് പറഞ്ഞാൽ റബ്ബിനോട് നിങ്ങൾ ദുആ ചെയ്യണം. എങ്ങനെ ദുആ ചെയ്യണമെന്ന് ചോദിച്ചാൽ വലിയ പാടൊന്നുമില്ല. നമ്മൾ ദുആയുടെ ആദ്യം അൽഹംദ് ചേർത്ത് വേണം നമ്മൾ ദുആ ചെയ്യേണ്ടത്. അസ്തഗ്ഫിറുല്ലാഹുൽ അദീം ആദ്യമായി നമ്മൾ പുറക്കല്ല ചോദിച്ചിട്ട് പിന്നീട് അൽഹംദുലില്ലാഹ് സർവസ്തുതിയും നിനക്ക് തന്നെ അല്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വലാലി സയ്യിദിനാ മുഹമ്മദ് എന്ന് തുടങ്ങിയിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ റബ്ബിനോട് പറഞ്ഞിട്ട് അവസാനം വരുമ്പോൾ വാഹിദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ ദുആ നിർത്തുകയും വേണം. ഇത് നിങ്ങൾ കൃത്യമായി നിങ്ങൾ ചെയ്യണം. ഇത് നിർബന്ധമായിട്ട് ചെയ്ത അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ചെയ്യുന്നവർക്കും
കാണുന്നവർക്കും കേൾക്കുന്നവർക്കും എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു സ്വീകരിക്കുകയും ഇത് പ്രതിഫലം കൊടുക്കുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനതാ ഈ ദിക്ർ പറയാൻ പോകുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ ഗ്ഫിർലി ദൻബി വസ്അലി വദാരി വബാരിക് ലി ഫീ റിസ്കി. اللهم اغفر لي ذنبي ووسع لي في داري وبارك لي في رزقي. ഇത് നിങ്ങൾ ചെല്ലേണ്ടത് 33 പ്രാവശ്യം തുടർന്ന് നിങ്ങൾ ചെല്ലണം. ചെല്ലിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. പടച്ച തമ്പുരാനേ, ഇത് ചെല്ലുന്നവർക്കും അള്ളാഹുവേ നിന്റെ അനുഗ്രഹം നീ കൊടുക്കണേ തമ്പുരാനേ. അവരുടെ ഹലാലായ നല്ല ആഗ്രഹങ്ങൾ പടച്ചവനെ നീ സാധിച്ചു കൊടുക്കണേ അല്ലാ എന്ന് ഞാൻ ദുആ ചെയ്യുന്നു. അതോടൊപ്പം ഈ പറഞ്ഞ ഞാൻ എന്നിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ട് അള്ളാഹുവേ എനിക്ക് നീ ഇപ്പുറത്ത് മാപ്പ് തരണമെന്നും കൂടി ഞാൻ പറയുന്നു. പിന്നീട് ഞാൻ വീണ്ടും പറയുന്നു, ഈ കാണുന്നവരും കേൾക്കുന്നവരും ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്നും കൂടി പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.